പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയാൽ അതിന് റെസീപ്റ്റ് ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ബോധിപ്പിച്ചാൽ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ച് അതവിടെ കിട്ടി എന്നുള്ളത് കാണിച്ച് രസീത് കിട്ടാൻ ആ വ്യക്തിക്ക് അവകാശമുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആണ് ഒരു പോലീസ് സ്റ്റേഷന്റെ അധികാരി. അത് ചിലപ്പോൾ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും, ചിലപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും. ആര് തന്നെ ആയാലും ആ പോലീസ് ഉദ്യോഗസ്ഥന് പരാതിക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് മുമ്പ് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കൈപ്പറ്റ് രസീത് കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഇനിയും അതിന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ, കേരള പോലീസ് ആക്ട് എന്നൊരു ആക്ട് കേരളത്തിൽ നിലവിലുണ്ട്. ഈ കേരള പോലീസ് ആക്ട് എന്ന് പറയുന്നത് 2011 ആക്ടാണ്. ആ നിയമവ്യവസ്ഥ ഉള്ളതായിട്ട് പോലും ജനങ്ങൾക്ക് അറിയാൻ കഴിയാത്ത വിധം ഈ നിയമം നിരന്തരമായിട്ട് പാലിക്കപ്പെടാതിരിക്കുന്നു, ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ നിയമത്തിലെ വ്യവസ്ഥ അത് എവിടെ കിടക്കുന്നു എന്ന് പറയണ്ടേ? കേരള പോലീസ് ആക്ട് സെക്ഷൻ 8 സബ്സെക്ഷൻ 4 അത് ഞാനൊന്ന് വായിക്കാം. കേൾക്കൂ. എനി മെമ്പർ ഓഫ് ദി പബ്ലിക് ഷാൽ ഹാവ് ദി റൈറ്റ് ടു റിസീവ് a receipt acknowledging the complaint given by him and to know the stage of the police action or investigation in respect of the complaint. രണ്ട് കാര്യമാണ് ഈ ചെറിയ ഉപവകുപ്പിൽ പറയുന്നത്. എനി മെമ്പർ ഓഫ് ദി പബ്ലിക്, പൊതുജനങ്ങളുടെ ഏതൊരു അംഗത്തിനും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിക്ക് അക്നോളജ്മെന്റ് രസീത് കിട്ടാനുള്ള അവകാശമുണ്ട്. അക്നോളജ്മെന്റ് രസീത് മാത്രം പോരല്ലോ, കൊടുത്ത കംപ്ലൈന്റിന്റെ സ്ഥിതി, അത് ഏത് സ്റ്റേജിൽ എവിടെ കിടക്കുന്നു, എന്താണ് നടപടി എന്നുകൂടെ അറിയാൻ സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 8 കേരള പോലീസ് ആക്ട് 2011 അനുശാസിക്കുന്നു. ചോദിക്കാനുള്ള അവരുടെ അവകാശം അറിയാനുള്ള അവകാശത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് അറിയുവാനുള്ള അവകാശം ഒരു നിയമമായിട്ട് നിലവിലുണ്ട്. ഇതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഏത് കാര്യവും സർക്കാർ സംവിധാനത്തിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം തന്നെയുണ്ട്. അപ്പൊ ഇത് രസീത് കിട്ടണമെന്നും, രസീത് കിട്ടിയാൽ അതിന്റെ സ്റ്റേജ് എന്താണെന്ന് പരാതിക്കാരന് അറിയാനുള്ള അവകാശമുണ്ടെന്ന് പോലീസ് ആക്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പോലീസ് ആക്ട് അനുസരിച്ച് ഉള്ള എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ അതറിയാൻ RTI അനുസരിച്ച് പെറ്റീഷൻ കൊടുക്കാം.